അടുത്ത സുഹൃത്ത് പ്രവാസി. 2 ആൺമക്കളായിരുന്നു. 2 പേരെയും 1000 പ്രതീക്ഷകളോടെ നന്നായി പഠിപ്പിച്ചു. 2 പേരും ജ്യേഷ്ഠാനുജന്മാർ, 22ഉം 24ഉം പ്രായമെത്തിയവർ, വാഹനേഷങ്ങൾ നടക്കുന്നവർ, തൊഴിൽ കാത്തിരിക്കുന്നവർ. പുഴയിൽ കുളിക്കാനിറങ്ങി 2 പേരും മുങ്ങി മരിച്ചു. മയ്യത്ത് വിനീതനാണ് നിസ്കരിച്ചത്. അത് തൊട്ട് ഇന്ന് വരെ ആ ഉമ്മയും ഉപ്പയും മാനസിക അസ്വസ്ഥതയിൽ നിന്ന് തെളിഞ്ഞിട്ടില്ല. ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ 60ഉം 70ഒന്നും ആയിട്ടില്ലല്ലോ, 45ഉം 50ഉം ഒക്കെ ആകുന്നുള്ളൂ. ഇനിയും കുട്ടികളുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോഴാണ് അവർ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം, ഞങ്ങൾ ഈ 2 കുട്ടികൾ പിറക്കലോടുകൂടെ ഞങ്ങൾക്കെല്ലാം ആയി എന്ന ധാരണയിൽ ഞങ്ങൾ ബർത്ത് കൺട്രോളിങ് ഞങ്ങൾ വശം നിർത്തിയത്. എത്രയോ ആളുകൾ പറയാറുണ്ട്, 3 കുട്ടി, 2 പെൺകുട്ടിയും 1 ആൺകുട്ടിയും, ആണുമായി പെണ്ണുമായി പ്രസവം നിർത്തി. ആ ഏക മകൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി മരിച്ചു. ഈ കുടുംബത്തൊന്നും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ പ്രായം ചെന്നൊരു കാരണവരുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഓർക്കുന്നു, എനിക്ക് 11 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് ഭാര്യ ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും. നീ എന്തിനു പേടിക്കണം, നീ എന്തിനു വിഷമിക്കണം, നമുക്ക് 2 പേർക്കും റബ്ബ് ഇനി തന്നുകൂടെ? ഈ ഒരു പ്രതീക്ഷകൾ ഉണ്ടാവണമെങ്കിൽ, നമുക്കൊരു ആശ്വസിക്കാൻ സമാധാനിക്കാൻ കഴിയണമെങ്കിൽ ഈ അമിത പ്രതീക്ഷയോടെ ഇത്യാദി കാര്യങ്ങൾ ചെയ്യാതിരിക്കലല്ലേ നല്ലത്? നിങ്ങൾ ആലോചിക്കൂ, ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ എത്രമാത്രം ഖേദകരമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് കഴിഞ്ഞ ദിവസം നാഷണൽ വിമൻസ് കോൺഫറൻസിൽ പറഞ്ഞത്, സ്ത്രീകളെ വീട്ടിലിരിക്കുവിൻ, വിവാഹിതരാകുവിൻ, കുട്ടികൾക്ക് ജന്മം നൽകുവിൻ, കുടുംബത്തെ നന്നായി ശ്രദ്ധിക്കുവിൻ. 30 കൊല്ലമായി ചൈന ഉദ്ഘോഷിക്കുന്ന ജെൻഡർ ഇക്വാലിറ്റി എന്ന തത്വം, പോളിസി വലിച്ചെറിയുകയല്ലേ ചെയ്തത്? കാരണം എന്ത്? കഴിഞ്ഞ വർഷം ചൈനയിൽ മരിച്ചത് 14 മില്യൺ 140 കോടി വന്യവയോധികരാണ്. 500 കുട്ടികൾ പാസ് ഔട്ടാകുന്ന ഹൈസ്കൂളിൽ 550-600 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം. ആ ഒരു പ്രോസസ്സിംഗ് പൂർത്തിയാവണമെങ്കിൽ പാസ് ഔട്ടിനനുസരിച്ച് അഡ്മിഷനും നടക്കണം. എന്ന പോലെ 14 മില്യൺ 90-ഉം 95-ഉം 100-ഉം പ്രായമെത്തിയവർ മരിക്കുമ്പോൾ ചൈനയിൽ അത്രയും കാലം ജീവിക്കുമ്പോൾ കുറ്റം തീർന്ന് കിട്ടണമെങ്കിൽ ഒരു 28 മില്യണെങ്കിലും ജനിക്കേണ്ടിയിരുന്നു. കഴിഞ്ഞ വർഷം ചൈനയിൽ 14 മില്യൺ ജനിച്ചില്ല, 10 മില്യണും ജനിച്ചില്ല, 9 മില്യനാണ് ജനിച്ചത്. അഥവാ 50 ലക്ഷം കുഞ്ഞുങ്ങളുടെ കുറവ്. ഇത് ഭാവിയിൽ ചൈന വൃദ്ധന്മാരുടെ നാടായി മാറും. 10 വർഷം കൂടി കഴിഞ്ഞാൽ ആരാണ് ഈ വന്യവയോധികർക്ക് പെൻഷൻ നൽകുക? ആരാണ് പരിചരിക്കുക? നാടാര് സംരക്ഷിക്കും? 1960-ലാണ് ഫാമിലി പ്ലാനിങ് ചിന്ത വന്നത്. 1978-ലാണ് ഞാൻ നമുക്കുന്ന തത്വം കൊണ്ടുവന്നത്. 1980-ൽ കർശനമാക്കി. 1-ലേറെ ഗർഭം ചുവന്ന നിർബന്ധ വന്യീകരണം, നിർബന്ധ ഗർഭചിത്രം, ഫൈന്. 1980-ൽ കൊണ്ടുവന്നത് സാർവത്രികമായി.
2016 2 കുട്ടികളാവാമെന്നായി. 2021 3 കുട്ടികളാവണമെന്നായി. ടാക്സ് ഒഴിവായി കൊടുക്കാം, ജോലി കൊടുക്കാം, പല ഓഫറുകളും നൽകി. പക്ഷേ സ്ത്രീകളുണ്ടോ ശീലിച്ചത് മാറ്റുന്നു? ഇതുപോലെ റഷ്യ പ്രസിഡന്റ് പുടിൻ പറഞ്ഞറിഞ്ഞില്ലേ, നമുക്ക് ചിന്തിക്കാനും പറയാനും പേടിക്കുന്ന ഒന്നായിരിക്കും ഇന്ന് സാധാരണഗതിയിൽ യുവാക്കൾ 8 പ്രസവിക്കണമെന്നാണ്. 8 കുട്ടിയെങ്കിലും വേണം. ജനനിരക്ക് കുറഞ്ഞു. യാദൃശ്ചിക കഴിഞ്ഞ വർഷം റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായി. അതിൽ കുറേ ലക്ഷങ്ങൾ മരിച്ചു, കുറേ ലക്ഷങ്ങൾ പലായനം ചെയ്തു. ഉത്തര കൊറിയൻ പ്രസിഡന്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലേ പറഞ്ഞത്, അങ്ങനെ ലോകത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവനും അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രസവം നിർത്തുക എന്നതാണ്. ഇവിടെ എല്ലാവരും ചിന്തിക്കുന്ന വളരെ നന്നായിരിക്കും. എല്ലാവരും എപ്പോഴും എല്ലാറ്റിലും ആലോചിക്കേണ്ടതാണ്. റീപ്രൊഡക്ഷൻ എല്ലാറ്റിലും അതൊരു പ്രോസസ്സിംഗ് ആണ്. ഒരു തലമുറ പോകുമ്പോൾ മറ്റൊരു തലമുറ വരണം. അത് നമ്മുടെ സ്ഥാപനങ്ങളിൽ വേണം, നമ്മുടെ കുടുംബങ്ങളിൽ വേണം. എല്ലാറ്റിലും ഈ റീപ്രൊഡക്ഷൻ സ്വഭാവം, ശിഷ്ടം വേണം. എല്ലാവരും ശ്രദ്ധിക്കുക.